മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ മറുനാടൻ മലയാളി കാലങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണിലെ കരടാണ്. പ്രത്യേകിച്ച് ഭരണകക്ഷിയായ CPM-ന്റെ. ഭരണത്തിലിരിക്കുന്നവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ശക്തമായി വാർത്തകൾ ചെയ്യുന്ന മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജിൻ സ്കറിയെ അഴിക്കുള്ളിലാക്കാൻ പലതവണ ശ്രമം നടന്നതാണ്. നിരവധി കള്ളക്കേസുകൾ ചുമത്തി വേട്ടയാടാൻ ശ്രമിച്ചു. ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ഷാജിൻ സ്കറിയെ കൊലപ്പെടുത്താൻ ആസൂത്രിത ശ്രമവും ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ എതിർക്കുന്നവരെ കൊന്നുതള്ളാനും മടിക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്നത്. രാഷ്ട്രീയ വ്യവസായ ഉന്നതരെ നിശിതമായി വിമർശിക്കുന്നതിന്റെ പേരിൽ നിരവധി ശത്രുക്കളെ മറുനാടൻ സമ്പാദിച്ചിട്ടുണ്ട്. മറുനാടൻ എഡിറ്റർക്ക് നേരെ വധശ്രമം നടന്നു എന്നതിന് പിന്നാലെ CPM നിയന്ത്രിത സൈബറിടങ്ങളിലെ ആക്രമണങ്ങളിലെ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്നും ആസൂത്രിത ഗൂഢാലോചന വ്യക്തമാകുന്നതാണ്. നേരത്തെ CPM നേതൃത്വത്തിൽ സംഘടിതമായ ആക്രമണമാണ് മറുനാടൻ മലയാളിക്കെതിരെ ഉണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി കേസുകൾ നൽകിയാണ് മറുനാടനെ പൂട്ടിക്കെട്ടാൻ ശ്രമമുണ്ടായത്. PV ശ്രീനിജൻ നൽകിയ പരാതിയിൽ പട്ടികജാതി അതിക്രമ വകുപ്പുകൾ ചേർത്തുള്ള കേസിൽ സുപ്രീം കോടതിയിൽ വരെ പോയാണ് മറുനാടൻ നീതി തേടിയത്. ഈ കേസിലെ വിധി ചരിത്രപരമായി നിർണായകമായിരുന്നു. ഇതിനു പിന്നാലെയും തുടർച്ചയായി കേസുകൾ മറുനാടനെതിരെ എത്തി. മാഹി സ്വദേശി നൽകിയ കേസിൽ പോലീസിന്റെ അമിതാവേശവും പ്രകടമായിരുന്നു. രാത്രി ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ ഷാജിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി ആക്രമണം നടത്തിയിരുന്നു. ഈ കേസിൽ പോലീസ് നടപടികളെല്ലാം തെറ്റാണെന്ന് കണ്ട ഷാജിൻ സ്കറിയയ്ക്ക് കോടതി ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും മറുനാടിനെ കായികമായി ആക്രമിച്ച് വരുതിയിൽ നിർത്താൻ ശ്രമം നടക്കുന്നത്. ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലനമാണ് തൊടുപുഴയിൽ വെച്ചുണ്ടായ വധശ്രമത്തിൽ വ്യക്തമാകുന്നത്. 6 അംഗ DYFI സംഘമാണ് ഷാജിൻ സ്കറിയെ ആക്രമിച്ചത്. നടന്നത് ആസൂത്രിത ആക്രമണമായിരുന്നു. ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻ സ്കറി സജീവമായി പങ്കെടുത്തിരുന്നു. ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത്. ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻ സ്കറിയെ പിന്തുടരുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം. വിവാഹവേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജിൻ സ്കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്ന് കരുതി അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേസ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജിൻ സ്കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത്. കാർ നിയന്ത്രണം വിട്ടുപോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻ സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി. അങ്ങനെ അവരുടെ കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി. ഇതിനിടയിലാണ് 6 അംഗ സംഘം ആക്രമണം നടത്തിയത്. ഷാജിൻ സ്കറിയെ വാഹനത്തിൽ വിവാഹവേദിയിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് ദാർ പുറത്തു തന്നെയുണ്ടായിരുന്നു. CPM-നോട് അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന. ഈ വ്യവസായിയുടെ കള്ളത്തരങ്ങൾ മറുനാടനിലൂടെ പുറലോകം അറിഞ്ഞിരുന്നു. CPM-നും ഇയാളെ തള്ളി പറയേണ്ട അവസ്ഥ വന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അതിവിശ്വസ്തനാണ് ഇയാൾ. ഗോവിന്ദന്റെ മകനെതിരെ പോലും ആക്രമണങ്ങൾ നടന്നു. സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതി അടക്കം പുറത്തെത്തി. ഇതിന്റെ പക CPM-ലെയും DYFI-ലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കുകയായിരുന്നു ഇയാളെന്നാണ് സൂചന. റിപ്പോർട്ടർ TVയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തി. സമാന ഇടപെടൽ ഷാജിൻ സ്കറിയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതേസമയം ഷാജിൻ സ്കറിയക്കെതിരായ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് CPM സൈബർ കൂട്ടായ്മകൾ രംഗത്ത് വന്നിരുന്നു. ചെഗ്വേര ആർമി അടക്കം സന്തോഷ പ്രകടനങ്ങളാണ് നടത്തിയത്. ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണം നടത്തിയ ശേഷം അത് ഏറ്റെടുക്കുന്ന പാക് തീവ്രവാദികളുടെ മോഡലാണ് CPM സൈബർ പോരാളികളുടെ ആക്രമണം ഏറ്റെടുക്കൽ. ഇത് തങ്ങളാണെന്ന വീറോടെ അവർ പറയുമ്പോൾ കേരളത്തിലെ ക്രമസമാധാന പാലനം CPM-കാർ അട്ടിമറിക്കുന്നുവെന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇതെല്ലാം.